قالوا سنراود عنه أباه وإنا لفاعلون. അവർ പറഞ്ഞു, അവനെ ഞങ്ങളോടൊപ്പം അയക്കാൻ പിതാവിനെ സമ്മതിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു നോക്കട്ടെ. തീർച്ചയായും ഞങ്ങൾ അങ്ങനെ ചെയ്യാം. وقال لفتيانه اجعلوا بضاعتهم في رحالهم لعلهم يعرفونها إذا انقلبوا إلى أهلهم لعلهم يرجعون. യൂസഫ് തന്റെ സേവകരോട് കൽപ്പിച്ചു, ഇക്കൂട്ടർ ചരക്കിന് പകരമായി തന്ന ധനം രഹസ്യമായി അവരുടെ ഭാണ്ഡങ്ങളിൽ തന്നെ വെക്കുവിൻ. യൂസഫ് ഇത് ചെയ്തത് അവർ വീട്ടിലെത്തിയാൽ തങ്ങൾ കൊടുത്ത മുതൽ തിരിച്ചു കിട്ടിയതായി മനസ്സിലാക്കാനും ഈ ഔദാര്യത്തിന് കൃതജ്ഞതയുള്ളവരാകാനും വീണ്ടും വരാനും വേണ്ടിയായിരുന്നു. فلما رجعوا إلى أبيهم قالوا يا أبانا منع منا الكيل فأرسل معنا أخانا نكتل وإنا له لحافظون. പിതാവിന്റെ അടുക്കൽ എത്തിച്ചേർന്നപ്പോൾ അവർ പറഞ്ഞു, പ്രിയ പിതാവേ, ഭാവിയിൽ നമുക്ക് ധാന്യമളക്കുന്നത് വിലക്കിയിരിക്കുന്നു. അതിനാൽ അങ്ങ് ഞങ്ങളുടെ സഹോദരനെ കൂടി ഞങ്ങളോടൊപ്പം അയച്ചു തരേണം. എങ്കിലേ നമുക്ക് ധാന്യം കിട്ടൂ. അവനെ സൂക്ഷിക്കുന്ന കാര്യം തീർച്ചയായും ഞങ്ങൾ ഏറ്റിരിക്കുന്നു. قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل فالله خير حافظا وهو أرحم الراحمين. പിതാവ് മറുപടി കൊടുത്തു, നേരത്തെ അവന്റെ സഹോദരൻ യൂസഫിന്റെ കാര്യത്തിൽ വിശ്വസിച്ചതുപോലെ തന്നെയല്ലേ അവന്റെ കാര്യത്തിലും ഞാൻ നിങ്ങളെ വിശ്വസിക്കേണ്ടത്? അല്ലാഹു മാത്രമാകുന്നു ഏറ്റവും നല്ല സംരക്ഷകൻ. അവൻ കാരുണ്യകരിൽ കാരുണ്യകനുമാകുന്നു. ولما فتحوا متاعهم وجدوا بضاعتهم ردت إليهم قالوا يا أبانا ما نبغي هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل بعير ذلك كيل يسير. ഭാണ്ഡങ്ങൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങൾ കൊടുത്ത ധനവും കൂടി തിരിച്ചയക്കപ്പെട്ടതായി കണ്ടു. അവർ വിളിച്ചു പറഞ്ഞു, പിതാവേ, നമുക്കിനി എന്തു വേണം? നോക്കിയാലും നമ്മുടെ ധനമിതാ തിരിച്ചയക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ പോയി കുടുംബാദികൾക്ക് വേണ്ട ധാന്യങ്ങൾ കൊണ്ടുവരാം. ഞങ്ങളുടെ സഹോദരനെ സംരക്ഷിക്കുകയും ചെയ്യാം. ഒരൊട്ടകം ചുമക്കുന്നത്ര ധാന്യം കൂടുതൽ ലഭിക്കുമല്ലോ. അത്രയും കിട്ടുക എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാകുന്നു. قال لن أرسله معكم حتى تؤتون موثقا من الله لتأتونني به إلا أن يحاط بكم فلما آتوه موثقهم قال الله على ما نقول وكيل. പിതാവ് പറഞ്ഞു, നിങ്ങൾ വല്ല അപകടത്തിലും പെട്ടിട്ടില്ലെങ്കിൽ അവനെ എന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ ഉറപ്പു തരുന്നതുവരെ ഞാൻ അവനെ നിങ്ങളോടൊപ്പം അയക്കുകയില്ല. അപ്രകാരം അവർ ഓരോരുത്തരും ഉറപ്പു നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കുക, നാം ഈ പറയുന്നതിന് അല്ലാഹു സാക്ഷിയാകുന്നു. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء. إن الحكم إلا لله
عليه توكلت وعليه فليتوكل المتوكلون. അനന്തരം അദ്ദേഹം ഉപദേശിച്ചു, എന്റെ മക്കളെ, മിസ്രിന്റെ തലസ്ഥാന നഗരത്തിൽ നിങ്ങളെല്ലാവരും ഒരേ കവാടത്തിലൂടെ പ്രവേശിക്കരുത്, വിവിധ കവാടങ്ങളിലൂടെ കടക്കണം. എന്നാൽ അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്കൊട്ടും സാധ്യമല്ല. തീരുമാനാധികാരം അള്ളാഹുവിന് മാത്രമാണല്ലോ. ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഭരമേൽപ്പിക്കേണ്ടവർ അവനിൽ തന്നെ ഭരമേൽപ്പിക്കട്ടെ. യൂസുഫിന് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരനെ അവരോടൊപ്പം പറഞ്ഞയക്കുമ്പോൾ യാക്കൂബിന്റെ ഹൃദയത്തിലൂടെ എന്തെല്ലാം വിചാരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാവുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ക്ഷമയിലും വിട്ടുവീഴ്ചയിലുമെല്ലാം അദ്ദേഹത്തിന്റെ സ്ഥാനം അങ്ങേയറ്റം ഉയർന്നതാണ്. അതൊക്കെയാണെങ്കിലും അദ്ദേഹവും ഒരു മനുഷ്യനായിരുന്നു. വിവിധങ്ങളായ ആശങ്കകൾ മനസ്സിൽ പുകഞ്ഞിരിക്കണം. ഇനി ഈ മകനെയും നഷ്ടപ്പെട്ടേക്കുമോ എന്ന് അള്ളാഹുവിനെ അറിയൂ എന്നോർത്ത് ഞെട്ടിയിരിക്കണം. അതിനാൽ തന്റെ കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരിക്കാം. ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയിൽ ഈ സഹോദരന്മാർ ഒരേ കവാടത്തിലൂടെ പ്രവേശിക്കരുതെന്ന നിർദ്ദേശത്തിന്റെ പ്രസക്തി അക്കാലത്തെ രാഷ്ട്രീയാവസ്ഥ വിഭാവനം ചെയ്താൽ മനസ്സിലാകുന്നതാണ്. ഈ ജനങ്ങൾ ഈജിപ്തിന്റെ അതിർത്തിയിലുണ്ടായിരുന്ന സ്വതന്ത്ര ഗോത്രപ്രദേശങ്ങളിലാണ് താമസിച്ചിരുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടം സ്വതന്ത്ര അതിർത്തി പ്രദേശങ്ങളിലുള്ളവരെ കണ്ടിരുന്നത് പോലെയേ ഈജിപ്തുകാർക്ക് ഈ പ്രദേശങ്ങളിലുള്ളവരെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. കൊടിയ ക്ഷാമകാലത്ത് ഇവർ അങ്ങോട്ട് ചെല്ലുമ്പോൾ അധികൃതരിൽ സംശയം ജനിക്കാനും കൊള്ളയടിക്കാൻ വന്നവരാണോ എന്ന് ശങ്കിക്കാനും ന്യായമുണ്ടെന്ന് യാക്കൂബ് നബിക്ക് തോന്നിയിരിക്കണം. കഴിഞ്ഞ സൂക്തത്തിൽ നിങ്ങൾ വല്ല അപകടത്തിലും പെട്ടിട്ടില്ലെങ്കിൽ എന്ന യാക്കൂബിന്റെ വാക്ക് തന്നെ ഈ നിർദ്ദേശങ്ങൾ അത്രയും രാഷ്ട്രീയ കാരണങ്ങളാൽ ആയിരുന്നുവെന്നതിന്റെ സൂചനയാണ്. ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. സംഭവിച്ചത് അതുതന്നെ. എന്തെന്നാൽ അവർ പിതാവിന്റെ ഉപദേശമനുസരിച്ച് വിവിധ കവാടങ്ങളിലൂടെ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനത്തിനു മുമ്പിൽ അദ്ദേഹത്തിന്റെ കരുതൽ നടപടിക്ക് ഒരു പ്രയോജനവും ചെയ്യാനായില്ല. യാക്കൂബിന്റെ മനസ്സിൽ ഒരാശങ്കയുണ്ടായിരുന്നു. അത് ദൂരീകരിക്കുന്നതിന് അദ്ദേഹം തന്റേതായ ശ്രമം നടത്തി എന്നു മാത്രം. സംശയമില്ല, അദ്ദേഹം നാം പഠിപ്പിച്ച പാഠങ്ങളാൽ യഥാർത്ഥ ജ്ഞാനിയായിരുന്നു. പക്ഷേ അധിക ജനവും സംഗതികളുടെ യാഥാർത്ഥ്യം അറിയുന്നില്ല. ഇതിന്റെ താൽപര്യം ഇതാണ്. നേരത്തെ ഉദ്ധരിച്ച യാക്കൂബ് നബിയുടെ വാക്കുകളിൽ കാണുന്നത് ആസൂത്രണത്തിന്റെയും സമർപ്പണ ബോധത്തിന്റെയും ഇടയ്ക്കുള്ള ശരിയായ സന്തുലിതത്വമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ലഭിച്ച യഥാർത്ഥ വിജ്ഞാനത്തിന്റെ അനന്തരഫലമാണിത്. ഒരു വശത്ത് അദ്ദേഹം കാര്യകാരണ നിയമങ്ങളുമായി സമരസപ്പെട്ട് ബുദ്ധിയുടെയും ചിന്തയുടെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ സാധ്യമായ എല്ലാ ആസൂത്രണങ്ങളും സ്വീകരിക്കുന്നു. മക്കളെ അവർ ആദ്യം ചെയ്ത കുറ്റം ഓർമ്മിപ്പിച്ച് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ ശകാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. സഹോദരനെ ശ്രദ്ധയോടെ സംരക്ഷിക്കുമെന്ന് അള്ളാഹുവെ മുൻനിർത്തി അവരെ പ്രതിജ്ഞ ചെയ്യിക്കുന്നു. അന്നത്തെ രാഷ്ട്രീയാവസ്ഥയെ വീക്ഷിച്ചുകൊണ്ട് അവരെ ആപത്തുകൾ വലയം ചെയ്യാനിടയാവുന്ന പ്രത്യക്ഷ കാരണങ്ങൾ ആവുന്നത്ര ഒഴിവാക്കാൻ ആവശ്യമെന്ന് തോന്നുന്ന എല്ലാ മുൻകരുതലുകളും എടുക്കാൻ കൽപ്പിക്കുന്നു. എന്നാൽ മറുവശത്ത് അള്ളാഹുവിന്റെ തീരുമാനം നടപ്പാവുന്നത് തടയാൻ മനുഷ്യന്റെ ഒരാസൂത്രണത്തിനും സാധ്യമല്ലെന്ന വസ്തുത ഓരോ നിമിഷവും അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. മാത്രമല്ല, യഥാർത്ഥ സംരക്ഷണം അള്ളാഹുവിന്റെ സംരക്ഷണമാണ്. തന്റെ ആസൂത്രണ പരിപാടികളെയല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെയാണ് പരമമായി അവലംബിക്കേണ്ടത്. ഈ കൃത്യമായ സന്തുലിതത്വം വാക്കിലും പ്രവൃത്തിയിലും പ്രകടമാക്കാൻ ഇത്തരമൊരാൾക്കേ കഴിയൂ. അയാൾക്ക് യാഥാർത്ഥ്യ ജ്ഞാനം ലഭിച്ചിരിക്കണം. ഐഹിക ജീവിതത്തിന്റെ പ്രത്യക്ഷ വശങ്ങളിൽ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി മാത്രമാണ് മനുഷ്യന്റെ അധ്വാന പരിശ്രമങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യക്ഷ ഭാവങ്ങൾക്ക് പിന്നിൽ മറഞ്ഞുകിടക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ശക്തി ഏതാണെന്ന് തിരിച്ചറിയണം. ആ ശക്തി ഉണ്ടായിരിക്കെ മനുഷ്യൻ തന്റെ അധ്വാന പരിശ്രമങ്ങളെ പരമമായി അവലംബിക്കുന്നത് എന്തുമാത്രം അടിസ്ഥാനരഹിതമാണെന്നും ഗ്രഹിച്ചിരിക്കണം.
ഇതുതന്നെയാണ് അധിക ജനങ്ങളും ഗ്രഹിക്കാത്ത വസ്തുത. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون. അവർ യൂസുഫിന്റെ സന്നിധിയിലെത്തിയപ്പോൾ അദ്ദേഹം തന്റെ പൂർണ്ണ സഹോദരനെ തനിച്ച് അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ നഷ്ടപ്പെട്ട സഹോദരനാകുന്നു. ഇവരുടെ ചെയ്തികളെക്കുറിച്ചൊന്നും ഇനി നീ വിഷമിക്കേണ്ടതില്ല. 21-22 വർഷത്തെ വേർപാടിന് ശേഷം 2 ഏകോദര സഹോദരന്മാർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഉണർന്നേക്കാവുന്ന എല്ലാ വികാരങ്ങളും ഈ വരികളിൽ ഒതുക്കിയിരിക്കുന്നു. ഏതെല്ലാം അവസ്ഥകൾ തരണം ചെയ്തതിനു ശേഷമാണ് താൻ ഈ അവസ്ഥയിലെത്തിയതെന്ന് യൂസുഫ് നബി സഹോദരന് വിവരിച്ചു കൊടുത്തിരിക്കണം. യൂസുഫിനു ശേഷം അവരുടെ ചിറ്റമ്മയിലുള്ള സഹോദരന്മാർ തന്നോട് എന്തെല്ലാം ക്രൂരതകൾ കാണിച്ചുവെന്ന് ബിനിയാമിനും വിവരിച്ചിട്ടുണ്ടായിരിക്കണം. അതിനുശേഷമായിരിക്കാം യൂസുഫ് സഹോദരനെ ഇങ്ങനെ സമാധാനിപ്പിച്ചത്: ഇനി മുതൽ നീ എന്റെ കൂടെ തന്നെ താമസിക്കും. ഈ അക്രമികളുടെ കൂടെ നിന്നെ പറഞ്ഞയക്കുന്നില്ല. ഈജിപ്തിൽ ബിനിയാമിനെ തടഞ്ഞുവെക്കാൻ എന്ത് തന്ത്രം പ്രയോഗിക്കണമെന്ന കാര്യവും ഒരുപക്ഷെ ഈ അവസരത്തിൽ 2 സഹോദരന്മാരും കൂടി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. യൂസുഫ് അവർക്ക് ചരക്കുകൾ ഒരുക്കിയപ്പോൾ പൂർണ്ണ സഹോദരന്റെ ഭാണ്ഡത്തിൽ തന്റെ പാനപാത്രവും നിക്ഷേപിച്ചു. പിന്നീട് ഒരു വിളംബരക്കാരൻ വിളംബരം ചെയ്തു, അല്ലയോ യാത്രാസംഘമേ, നിങ്ങൾ മോഷ്ടാക്കളാണ്. പാത്രം നിക്ഷേപിച്ചത് സഹോദരന്റെ അനുവാദത്തോടും സമ്മതത്തോടും കൂടിയായിരുന്നുവെന്ന് മുൻ സൂക്തത്തിൽ നിന്ന് സൂചന ലഭിക്കുന്നുണ്ട്. വർഷങ്ങളോളം പരസ്പരം കാണാതിരുന്ന സഹോദരനെ യൂസുഫ് നബി അക്രമികളായ ചിറ്റമ്മ സഹോദരന്മാരിൽ നിന്ന് മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കണം. സഹോദരൻ തന്നെയും അവരോടൊപ്പം മടങ്ങിപ്പോവാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ യൂസുഫിന് തന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്താതെ സഹോദരനെ അവിടെ പരസ്യമായി പിടിച്ചു നിർത്താനോ അവൻ അവിടെ താമസിക്കാനോ സാധ്യമായിരുന്നില്ല. ഈ അവസരത്തിൽ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നത് ശരിയായ താൽപര്യത്തിന് എതിരാണ് താനും. അതിനാൽ അവനെ തടഞ്ഞു നിർത്തുന്നതിന് ഇങ്ങനെയൊരു തന്ത്രം പ്രയോഗിക്കണമെന്ന് 2 സഹോദരന്മാരും കൂടി തീരുമാനിച്ചതായിരിക്കാം. സഹോദരന്റെ മേൽ മോഷ്ടാവെന്ന ആരോപണം വീഴുന്നത് തൽക്കാലം ഒരു അപമാനമാണെന്നത് ശരിതന്നെ. പക്ഷെ 2 സഹോദരന്മാരും കൂടി കാര്യത്തിന്റെ യാഥാർത്ഥ്യം പരസ്യപ്പെടുത്തുമ്പോൾ ആരോപണം നിഷ്പ്രയാസം ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. യൂസുഫ് നബി തന്റെ ഉദ്യോഗസ്ഥന്മാരെയും ഈ നിഗൂഢ തന്ത്രത്തിൽ പങ്കുചേർത്തിരുന്നുവെന്നോ യാത്രാസംഘം കളവ് നടത്തിയതായി ആരോപിക്കാൻ അവരെ പഠിപ്പിച്ചിരുന്നുവെന്നോ അനുമാനിക്കാവുന്ന ഒരു തെളിവ് ഈ ആയത്തിലോ ശേഷമുള്ള ആയത്തുകളിലോ എങ്ങും ലഭിക്കുന്നില്ല. സംഭവം നേർക്കുനേരെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ചഷകം അദ്ദേഹം രഹസ്യമായി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് അത് കാണാതിരുന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന പരദേശികളാണ് അതെടുത്തതെന്ന് ഉദ്യോഗസ്ഥന്മാർ അനുമാനിച്ചിരിക്കണം. قالوا سنراود عنه أباه وإنا لفاعلون.